നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അഡോബി പ്രീമിയർ പ്രോ. ഇതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് വീഡിയോസുകൾ എഡിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പോൾ വെഡ്ഡിങ് വീഡിയോസുകൾ എഡിറ്റ് ചെയ്യുക, ബ്ലോഗുകൾ എഡിറ്റ് ചെയ്യുക, സിനിമ മൂവീസുകൾ എഡിറ്റ് ചെയ്യുക, സീരിയൽസുകൾ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത് എന്താ, ഏതൊരു വെർഷൻ അവിടെ നോക്കി അഡോബി പ്രീമിയർ പ്രോ 2019 വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു വെർഷൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. ഇപ്പോൾ 2022 ലോഞ്ച് ആയിട്ടുണ്ട്. 2022 യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, 2022 യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്ന വെർഷനാണ് 2019. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പ്രൊജക്റ്റാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രീമിയറിൽ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഫയലിൽ വരാം, ന്യൂവിൽ വരാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന് ഷോർട്ട് കീ ഉണ്ട് കേട്ടോ. Ctrl+Alt+N അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ സാധിക്കും. ഓക്കെ, ഇതാണ് പ്രൊജക്റ്റ് വിൻഡോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു പേര് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ സാമ്പിൾ എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ചെയ്യുന്ന ഫയല് ഏതൊരു ഡ്രൈവിൽ ഏതൊരു ഫോൾഡറിലേക്കാണ് പോകേണ്ടത്, ആ ഒരു ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രൗസിലേക്ക് വന്ന് ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഫയൽ ഏതൊരു ഡ്രൈവിൽ ഏതൊരു ഫോൾഡറിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഈ ഡ്രൈവിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു F ഡ്രൈവിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ന്യൂ വർക്കുന്നു എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഒരു ഫോൾഡറിൻ്റെ പേര് ന്യൂ വർക്ക്സ് എന്ന് കൊടുത്തു. ജസ്റ്റ് ഒന്ന് സെലക്ട് ഫോൾഡർ കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ നമ്മൾ ഈ ചെയ്യുന്ന ഫയൽ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്ന സമയത്ത് F ഡ്രൈവിൽ ന്യൂ വർക്ക് തുടങ്ങിയൊരു ഫോൾഡറിലേക്കായിരിക്കും പോവുക. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തപ്പോൾ എന്തായി, പുതിയൊരു പ്രൊജക്റ്റ് വിൻഡോ എന്തായി ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു പ്രൊജക്റ്റ് വിൻഡോ ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു സീക്വൻസും കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനിടെ എന്ത് ചെയ്യണം, ഫയലിൽ വരാം, ന്യൂവിൽ വരാം. നമുക്ക് ഇവിടെ നിന്ന് സീക്വൻസ് ഇങ്ങനെ ഓപ്ഷനുണ്ട്. ഓക്കെ, സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡ് സ്ക്രീൻ ഉണ്ട്, വേൾഡ് സ്ക്രീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഏതൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഇത് നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇവിടുന്ന് വേൾഡ് സ്ക്രീൻ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിന് പേര് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിന് പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സീക്വൻസ് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് വീഡിയോ കാണുന്ന സമയത്ത്, ഇപ്പോൾ ചില വ്ളോഗുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്നാൽ മൊബൈലിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മേലിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചില വ്ളോഗേഴ്സൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹിമാലയ യാത്ര അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ മേലിൽ നിന്ന് ഇങ്ങനെ ഒരു പേര് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പേരിങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സാധാ രീതിയിൽ ഇവിടെ നിന്ന് ഇപ്പോൾ റെൻഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവുക, ആ ഒരു വീഡിയോയുടെ പേര് എന്താവും, സെക്കൻഡ് 01 എന്നുള്ളൊരു പേരിലായിരിക്കും അവിടെ അറിയാം, മീൻസ് എന്താ പറയുക, കാണാൻ സാധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിന് പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിന് പേര് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കി, അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാൻ നോക്കി, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, കപ്പിൾസിൻ്റെ പേരായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കിത് റെൻഡർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫയൽ നെയിമും എന്തായിരിക്കും, ഈ കപ്പിൾസിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ സീക്വൻസ് 01 എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡർ ചെയ്യുന്ന സമയത്തും സീക്വൻസ് 01 എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുക. ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ സീക്വൻസ് നെയിം എന്തായിട്ടാണോ വീഡിയോ ഫയൽ അറിയപ്പെടേണ്ടത് ആ ഒരു പേരാണ് എന്ത് ചെയ്ത് കൊടുക്കുക, സീക്വൻസ് നെയിമിൻ്റെ അവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നൊരു വർക്ക് എന്നൊരു ഇത് കൊടുക്കണം. അപ്പോൾ WORK ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണോ, ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ പുതിയൊരു സീക്വൻസ് വിൻഡോ, അതായത് ഇപ്പോൾ സീക്വൻസ് വിൻഡോ എന്തായിട്ടുണ്ട്, ആഡായിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊജക്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്തു. അതിനൊരു ഷോർട്ട് കീ ആയിരുന്നു, ന്യൂവിൽ വന്നു, Ctrl+Alt+N അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാമെന്ന് പറയും. ഇതിന് ശേഷം എന്ത് ചെയ്യണം, പുതിയൊരു സീക്വൻസ് വിൻഡോ കൂടിയും എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ വീഡിയോസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് കണ്ടോ, ഇവിടെ നിന്ന് മാക്സിമം 3 ട്രാക്കുകളാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്കുകളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമുക്ക് ഇവിടുന്ന് ട്രാക്കുകളുടെ എണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലല്ല, ഈ ഒരു പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ട്രാക്കിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്കൊരു 2 ട്രാക്കും കൂടി ആഡ് ചെയ്യണമെന്ന് വയ്ക്കാം. നമ്മളിപ്പോൾ ഈ സീരിയൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷ്വൽസ് ഉണ്ടാവും. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഒരുപാട് ട്രാക്കുകൾ വേണ്ടിയുള്ള ഒരു ഇതുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടംപോലെ ട്രാക്കുകളുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കി മേലെ കഴിയുന്ന സമയത്ത് കണ്ടോ, 1 2 3 4 5 നമ്മൾ 3 ഓൾറെഡി ഇമ്പിൾഡ് ആയിരുന്നു.
ഇനി നമ്മൾ എന്ത് ചെയ്തു, രണ്ടെണ്ണം കസ്റ്റമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ട്രാക്ക് കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, ഓരോ ട്രാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്കുകൾ ആഡ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് വീഡിയോൻ്റെ ട്രാക്ക് മാത്രമാണ് എന്തായിട്ടുള്ളൂ, ഡിലീറ്റ് ആയി പോയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഓഡിയോയിലേക്ക് വന്നിട്ട് ഇത് വീഡിയോ ട്രാക്കും ഇത് ഓഡിയോയുടെ ട്രാക്കുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ട്രാക്ക് നമുക്ക് ചെയ്ത് കൊടുക്കണം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെങ്ങനെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് വേണ്ട പിക്ചറും വീഡിയോസൊക്കെയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ എന്ത് ചെയ്യാം, ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഏതൊരു ഫോൾഡറിലേക്കാണ് പോകേണ്ടത് ആ ഒരു ഫോൾഡർ ഞാൻ ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ബ്രൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നമ്പറിൽ നിന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തു, യെസ് കൊടുക്കുകയാണ്. ഇതിന് ശേഷം വീണ്ടും ഫയലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം തന്നെ. അപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റ് എന്തായിട്ടുണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സീക്വൻസും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സീക്വൻസ് ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ വരിക, ന്യൂ എടുക്കുക, സീക്വൻസ് എന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് വൈൽഡ് സ്ക്രീൻ തന്നെ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സീക്വൻസ് 01 പകരം മാറ്റി ഇവിടുന്ന് സെയിം PLE സാമ്പിൾ എന്ന് കൊടുക്കണം. അതായത് ഇപ്പോൾ എന്ത് പേരിലാണോ ഔട്ട്പുട്ട് അറിയപ്പെടേണ്ടത്, ഔട്ട്പുട്ട് നെയിമായിട്ട് അറിയപ്പെടേണ്ടത്, അതാണ് സീക്വൻസ് നെയിമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എന്ന് ഒരു പേരായിട്ട് മതി. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്തു, സീക്വൻസ് നെയിം എന്ത് ചെയ്ത് കൊടുത്തു, സാമ്പിൾ എന്ന് കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സീക്വൻസ് വിൻഡോ എന്തായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ടോപ്പിക് തന്നെ എന്തായിട്ടുണ്ട്, സെയിം കാര്യം തന്നെ എന്തായിട്ടുണ്ട്, ഇങ്ങോട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു സീക്വൻസ് വിൻഡോ എന്തായിട്ടുണ്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ വേണ്ട പിക്ചേഴ്സും വീഡിയോസും എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് മുതൽ പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പിക്ചറുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു വീഡിയോ ഇന്നും ഔട്ടും സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അടുത്ത ഇതിൽ ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ പറയാമല്ലോ, അടുത്തൊരു ഇതിൽ പറയാം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് Ctrl+I അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ഓപ്ഷനിലേക്ക് വരാം കേട്ടോ. അതപ്പോൾ ഞാൻ ഇവിടുന്ന് കീബോർഡിൽ ജസ്റ്റ് ഒന്ന് Ctrl+I അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഫോട്ടോയാണോ ഏതൊരു വീഡിയോസാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിൽ ഫോട്ടോസ് ഇങ്ങനെ ഫോൾഡർ ഉണ്ട്. ഈ ഫോട്ടോസ് ഇങ്ങനെ ഫോൾഡറിൽ പല സബ് ഫോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. ക്യാമറ, ഫ്ലവേഴ്സ്, ഇമേജസ്, ഓൾഡ്, റിയ, കോപ്പി ഒക്കെ ഉണ്ടോ, ഒരുപാട് റുപ്പീസ്, ആനിമൽസ്, ബേർഡ്സ്, ഇങ്ങനെ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സിനെ മാത്രം ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏതെല്ലാം പിക്ചേഴ്സാണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും പിക്ചർ മതി. ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് നോക്കി നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പ്രൊജക്റ്റ് സാമ്പിളിൽ കണ്ടോ, പ്രൊജക്റ്റ് സാമ്പിൾ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റ് വർക്കിൻ്റെ പേര് സാമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ആ ഒരു ഇത് വെച്ചിട്ട് സാമ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സെലക്റ്റാണ് അല്ലേ, ഓൾറെഡി എല്ലാ ക്ലിപ്പുകളും സെലക്റ്റാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ എല്ലാ ക്ലിപ്പും ഒരുമിച്ചാണ് എന്ത് ചെയ്ത് നിൽക്കുന്നത്, സെലക്റ്റായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ആദ്യം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പ് ആദ്യം വന്നു. അതായത് ഓർഡർ അനുസരിച്ച് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ഇടാം കേട്ടോ. പ്ലസ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. മൈനസ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. കൺട്രോളല്ല, ജസ്റ്റ് ഒന്ന് കീബോർഡിൽ പ്ലസ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം. ടൈം ലൈനിന് സൂം ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ മൈനസ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യണം, രണ്ടാമത് വേണ്ടത് ഈ ഒരു പിക്ചറാണെന്ന് വയ്ക്കുക. അപ്പോൾ കണ്ടോ, രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തു, നമ്മൾ ടൈം ലൈനിലേക്ക് എന്ത് ചെയ്തു, വലിച്ചിട്ടു. മൂന്നാമത്തെ പിക്ചർ വലിച്ചിട്ടു. അങ്ങനെ ഏതെല്ലാം പിക്ചേഴ്സാണോ വേണ്ടത് കണ്ടോ, നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിടാം. ഇനി നമുക്ക് പണ്ടത്തെ പോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് Ctrl+A അടിച്ച് ഓർഡറില്ലാത്ത അൺഓർഡേഡ് ആയിട്ട് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടോ, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അത്ര ഇതിലേക്ക് പോകില്ല, ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പ്, എനിക്ക് വേണ്ട ക്ലിപ്പ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ടൈം ലൈൻ ഈ ഒരു ഇതിൽ വന്ന് നോക്കി,
ഇവിടെ മാത്രം കണ്ടോ, ഇവിടെ നിന്നൊരു ഇതായിട്ട് വന്നേക്കണം അല്ലേ. ഞാൻ ഇവിടുന്ന് കൺട്രോളും ഈ കീബോർഡിലെ ടാബിൻ്റെ മേളിലുള്ളൊരു വേവ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോളും അതിലും പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയറിൽ ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കി സ്ക്രീനിന് ഫുള്ളല്ല, ഇമേജ് ഫുള്ളല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്കെയിൽ ചെയ്ത് കൊടുക്കാം. സ്കെയിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഏതൊരു പിക്ചറിലാണോ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യേണ്ടത്, ഏതൊരു പിക്ചറാണോ നിങ്ങൾക്ക് സ്കെയിൽ ആവേണ്ടത്, ആ പിക്ചറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈം ലൈൻ കൊണ്ടുവന്ന് വയ്ക്കുക. കണ്ടോ, ടൈം ലൈൻ കൊണ്ടുവന്ന് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കണ്ടോ എവിടെയാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യല്ല, ടൈം ലൈൻ ഓൾറെഡി അവിടെ വരുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജ് എന്തായിക്കോളും, സെലക്ഷൻ ആയിക്കോളും. മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീബോർഡിൽ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഏതൊരു പിക്ചറിലാണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് ആ പിക്ചറിൻ്റെ മേലെ എന്ത് ചെയ്യുക, മൗസ് പോയിന്റ് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ആ പിക്ചർ എന്തായിക്കോളും, സെലക്ഷൻ ആയിക്കോളും. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ഔട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ഔട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻസ് കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ യൂണിഫോം സ്കെയിൽ എന്നിങ്ങനെ കണ്ടോ, സ്കെയിൽ വിട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, എന്താണ് യൂണിഫോം സ്കെയിൽ എന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ആങ്കർ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, ആൻറ്റി ഫ്ലിക്കർ പോയിന്റ്. ഈ ഒപ്പാസിറ്റിക്ക് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഒപ്പാസിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു കണ്ടോ ഇത്രയാണേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഭാഗം മാത്രം നമുക്ക് കാണണം. ആ ഒരു രീതിയൊക്കെ കണ്ടോ, ഇവിടുന്ന് ഫെദറൊക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഒപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനും ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഒപ്പാസിറ്റി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഫെദറൊക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ളൂ. അതിനാണ് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ അടിച്ച് ബാക്കിലേക്ക് വരാണേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒന്നല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം നോക്കാം, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. സ്കെയിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടോ അതിൻ്റെ ലൈവ് പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലൈൻ ഏതൊരു രീതിയിലാണ് നിൽക്കണേ, ഈ ഒരു പിക്ചറിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് തന്നെ കേട്ടോ. ചേഞ്ച് ചെയ്ത് കൊടുക്കണ പിക്ചർ ഏതൊരു പിക്ചറിനാണോ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ടൈം ലൈനും അതിൻ്റെ മേളിൽ വന്നിരിക്കണം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കൂട്ടി കൊടുക്കാം. സ്പീഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കുറയ്ക്കാം. ഈ സ്പീഡ് എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയാം കേട്ടോ. സ്പീഡ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യണേ കേട്ടോ. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ഞാൻ കീബോർഡിൽ സ്പേസ് ബാർ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം ലൈനെ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യിക്കാം. സ്പേസ് ബാർ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടൈം ലൈനെ റൺ ചെയ്യിക്കാം. ചില സമയത്തൊന്നും സ്പേസ് ബാർ റൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സ്പേസ് ബാറിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ടൈം ലൈൻ ഇവിടെ നിന്ന് മൂവ് ആവണമെന്നില്ല. പ്രത്യേകിച്ച് പ്രീമിയറിൻ്റെ പുതിയ വേർഷൻസിലൊന്നും സ്പീക്കർ സപ്പോർട്ട് അല്ലെങ്കിൽ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓഡിയോ ജാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഒരു എറർ മെസ്സേജ് കാണിക്കും, സൗണ്ട് ഈസ് എറർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഓഡിയോ ഡിവൈസ് എന്ത് ചെയ്യുക, ഓഡിയോ ജാക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഓഡിയോ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തേക്കുക. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ടൈം ലൈൻ സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് നോക്കി ഒറ്റയടിക്ക് കണ്ടോ, അങ്ങനെ ചാടി വന്നൊരു ഫീലിംഗ് പോലെയാണ് നമുക്ക് തോന്നണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചാട്ടം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. എഫക്ട്സ് നമ്മൾ സാധാരണ രീതിയിൽ സ്ലൈഡ് ഷോയ്ക്കും ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു നമുക്ക് കുറച്ച് ഫോട്ടോസുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആൽബം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ആക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വീഡിയോ എഫക്ട്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എഫക്ട്സ് അല്ല വീഡിയോ ട്രാൻസാക്ഷൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3D മോഷൻസ് ഉണ്ട്, ഡിസോൾവ് ഉണ്ട്, കണ്ടോ ഐറിസ്, പേജ് ഫീൽ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇപ്പോൾ 3D മോഡൽസ് അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സ്ലൈഡിലേക്ക് വരാമെന്ന് നോക്കിയാൽ, സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത് നോക്കി ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കി അതിൻ്റെ ഇതായിട്ട് വന്നാണ് ബ്രാൻഡ്, സെൻറ്റർ, ബ്രഷ്, സ്ലൈഡ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇപ്പോൾ
ബാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ത് ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിടാണ് കണ്ടോ. അപ്പോൾ നോക്കിയാൽ അവിടെ എന്തായിട്ടുണ്ട് ഒരു എഫക്ട്സ് എന്തായിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു എഫക്ട്സ് എന്തായിട്ടുണ്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി പ്രസ് ചെയ്തു. ഇവിടെ നോക്കിയേ സ്റ്റാർട്ട് 0 എൻഡ് 100. അപ്പോൾ ആ ഒരു ഇത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ 100 കണ്ടോ സ്റ്റാർട്ട് 0 നിന്ന് വന്നിട്ട് എന്തായി 100ലേക്ക് കയറി വരാനാണ്. അത്രയും സ്പീഡാണ്. എനിക്കിപ്പോൾ സ്റ്റാർട്ടിങ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഒരു 50 കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവരൊന്ന് ഒരു 50 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ കണ്ടോ പകുതി തൊട്ടാൽ വന്നോളൂ. ഞാൻ ഇവിടെ നിന്ന് ഒരു 45 കൊടുക്കാമെന്ന്, ഇപ്പോൾ ഒരു 95 കൊടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ നോക്കി അത്രയും ഇതെന്തായി കുറഞ്ഞു വന്നിട്ട് കണ്ടോ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു എഫക്ട്സിൻ്റെ വ്യത്യാസം കണ്ടോ. നേരത്തെ ചെയ്തപ്പോൾ എത്രയായിരുന്നു, ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 0 എടുത്തപ്പോൾ എന്തായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ നോക്കിയാൽ ഈ രീതിയിൽ വന്നു കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ഡ്യൂറേഷൻ കൂട്ടാൻ കുറയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, എഫക്ട്സിൻ്റെ ആ ട്രാൻസാക്ഷൻ്റെ ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാൻ കുറയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബോർഡർ വിഡ്ത്ത് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുക്കുകയാണ്, ഒരു 1.8 കൊടുത്തു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു വെള്ളമാക്കി, ഒരു വൈറ്റ് കളറാക്കി. നമുക്ക് എന്ത് ചെയ്യാം ബോർഡറിന് നമുക്ക് എന്ത് ചെയ്യാം കളർ കൂട്ടാൻ കുറയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സംഭവം നോക്കി, ഈ ഒരു എഫക്ട്സ് നോക്കി ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ കൂടിച്ചേരുന്ന ഒരു എഫക്ട്സ് പോലെ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഒരു അതിൻ്റെ റിവേഴ്സ് വേണമെന്ന് വയ്ക്കാം. നേരത്തെ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് കൂടിച്ചേരാണ് കണ്ടോ, കൂട്ടിമുട്ടാണ്. അതിൽ നിന്നും കൂട്ടിമുട്ടിയതിൽ നിന്നും നേരെ ബാക്കിലേക്ക് പോകണമെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. നമുക്കിതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ റിവേഴ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ടിക്ക് മാർക്ക് ചെയ്യും. ടിക്ക് മാർക്ക് വീണിട്ട് കണ്ടോ നേരത്തെ അത് ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എഫക്ട്സ് നമുക്ക് എന്തെങ്കിലും അവിടെ വർക്ക് ചെയ്യും. ഇനി വീണ്ടും എഫക്ട്സിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം എഫക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു കാര്യം ഇവിടുന്ന് പറയാൻ വിട്ടുപോയി. ഇത് സീക്വൻസ് വിൻഡോ ആണ്, അതേപോലെ തന്നെ പ്രോഗ്രാം വിൻഡോ ആണ്. എന്തൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മൾ പ്രോഗ്രാം വിൻഡോയിൽ കാണിക്കുക. ഇത് എഫക്ട്സ് കൺട്രോൾ വിൻഡോ ആണ്, അത് സോഴ്സ് ക്ലിപ്പ് എന്ന് പറയും, സോഴ്സ് വിൻഡോ എന്ന് പറയും. ഇതെന്താണ് പ്രൊജക്റ്റ് വിൻഡോ, മനസ്സിലായോ? സീക്വൻസ് വിൻഡോ, പ്രോഗ്രാം വിൻഡോ, സോഴ്സ് വിൻഡോ, പ്രൊജക്റ്റ് വിൻഡോ. ഇതാണ് നമ്മൾ ആവശ്യമുള്ള പ്രൊജക്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പേര്, അപ്പോൾ എന്തെങ്കിലും ഒരു എഫക്ട്സിൻ്റെ പേര് നമുക്ക് അറിയാമെന്ന് വയ്ക്കാം. അപ്പോൾ എനിക്ക് ഡിപ് ടു ബ്ലാക്ക് എന്നൊരു എഫക്ട്സിൻ്റെ പേര് അറിയാം കേട്ടോ, ഡിപ് ടു ബ്ലാക്ക്. അപ്പോൾ ഡിപ് ടു എന്ന് അടിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും അതുമായിട്ട് റിലേറ്റഡ് ആവുന്ന എഫക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും ഇവിടെ ക്രിയേറ്റ്. അതായത് ഇപ്പോൾ ഇവിടെ എന്താവും അതുപോലെ തന്നെ ഷോ ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഫക്ട്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്താവും കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം ഇട്ടിട്ട് പോകാം. ഇങ്ങനെ ഓരോ എഫക്ട്സുകളും ഇട്ട് പോകാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മിക്ക സീരിയൽസിലായാലും എല്ലാം ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് മറ്റേ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഒരു എഫക്ട്സ് ആയിരിക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓരോ ടൈമിലും ഈ ഒരു എഫക്ട്സ് ഇങ്ങനെ ഇട്ട് ഓരോ ക്ലിപ്പിലേക്കും ഈ ഒരു എഫക്ട്സ് ഇട്ട് കൊടുക്കാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്കിങ്ങനെ ഓരോ എഫക്ട്സ് ഇട്ട് കൊടുക്കാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏതൊരു എഫക്ട്സ് ആണോ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ആസ് എ ഡീഫോൾട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബ്ലൂ ടിക്കിലേക്ക് എന്താവും അത് കൺവേർട്ട് ആവും. ക്ലിപ്പ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ കൺട്രോൾ ഡി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഡീഫോൾട്ട് ആക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ക്ലിപ്പിലും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു